നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയേകി മൂവാറ്റുപുഴ ഹോളി മാഗിപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ കരോൾ നൈറ്റ് സംഘടിപ്പിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ടീമുകളാണ് കരോൾ സായാഹ്നത്തിൽ പങ്കെടുത്തത്. മാത്യു കുഴൽനാടൻ MLA കരോൾ സംഗീത സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. ഹോളി മാഗി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകിട്ട് 5:30 കൂടി ആരംഭിച്ച ടൗൺ കരോൾ കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയേകുന്നതായിരുന്നു. ഗാനാലാപനങ്ങളാലും പൂജ രാജാക്കന്മാരുടെയും ആട്ടിടയന്മാരുടെയും സാന്താക്ലോസിന്റെയും വേഷമണിഞ്ഞ കുട്ടികളുടെ ടാബ്ലോയും ഉണ്ണി മിശിഹായും പരിശുദ്ധ അമ്മയും പിതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിന്റെ ടാബ്ലോയും 50ഓളം കുട്ടികളടങ്ങുന്ന മാലാഖാവൃന്ദവും അണിഞ്ഞിരുന്നപ്പോൾ മൂവാറ്റുപുഴ പട്ടണം സത്യത്തിൽ ബെത്ലഹേം നഗരി പോലെയായി. കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളിയിൽ നിന്നും ആരംഭിച്ച ടൗൺ കരോൾ KSRTC ബസ് സ്റ്റാൻഡ് വഴി ആരപ്പുഴ റൂട്ടിൽ പ്രവേശിച്ച് തിരിച്ച് പള്ളിയാങ്കണത്തിൽ പ്രവേശിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന കരോൾ സംഗീത സായാഹ്നം മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് എന്നത് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. ഇന്നൊരു ക്രിസ്മസ് കൂടി അടുത്ത് വരുമ്പോൾ ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ഒരുപക്ഷെ ബാല്യത്തിൽ എത്രയോ കാലം കാത്തിരുന്ന് അടുത്തു വരുന്ന ക്രിസ്മസിനെ എത്ര ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചിരുന്നത്. ഡിസംബർ എന്ന മാസം കലണ്ടറിൽ മറയുമ്പോൾ തന്നെ മനസ്സിലെ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി തുടങ്ങും. കാരണം ക്രിസ്മസ് അടുത്തു വരുന്നു എന്നതാണ് ആ ഉള്ളിലെ നക്ഷത്രങ്ങൾ ഓർമ്മകളായി ജ്വലിക്കുന്നതിൻ്റെ അർത്ഥം. ഒരുപക്ഷെ ലോകം മുഴുവൻ 7 ഭൂഖണ്ഡങ്ങളിലും കടലിലുമൊക്കെയായി ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്മസാണ്. മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സഭകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വന്ന സംഗീത സദസ്സ് ഏവർക്കും ഹൃദ്യമായ അനുഭവമാണ് സമ്മാനിച്ചത്. ഗ്ലോറിയ 2023 എന്ന പേര് നൽകിയ പരിപാടിക്ക് മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കുടക്കല്ലിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ സ്കറിയ കുന്നത്ത്, മൂവാറ്റുപുഴ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം, കൈക്കാരന്മാർ, ജനപ്രതിനിധികൾ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, സമർപ്പിതർ എന്നിവർ നേതൃത്വം നൽകി. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.